നിങ്ങൾ തയ്ക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും സൂചിയിൽ നിന്നും നൂല് ഊരിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾ തയ്ച്ചു നിർത്തുമ്പോൾ ഈ ടേക്ക് അപ്പ് ലിവർ എന്നാണ് ഇതിന് പറയുന്നത്, ഇത് എല്ലായ്പ്പോഴും ഒരുപക്ഷെ താഴ്ന്നായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നൂല് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ചേർത്ത് വെച്ച് കട്ട് ചെയ്യാറുമുണ്ടാകും. അപ്പോൾ അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ ഇത് ഉയർത്തുകയും നൂല് സൂചിയിൽ നിന്നും ഊരിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എല്ലായ്പ്പോഴും ഈ ടേക്ക് അപ്പ് ലിവർ ഉയർത്തി തന്നെ വെക്കുക. ഉയർന്നിരിക്കുന്ന പൊസിഷനിലായിരിക്കണം. അതുപോലെ തന്നെ നൂല് കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്പം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നൂല് സൂചിയിൽ നിന്നും ഊരിപ്പോവില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് എല്ലായ്പ്പോഴും പൊട്ടിപ്പോവാറുണ്ടോ? അതിന്റെ ഒരു റീസൺ ഈ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലുള്ള അപാകതയാണ്. ഇത് വളരെ ടൈറ്റ് ആയിട്ടിരുന്നാൽ ഈ നൂല് ഇങ്ങനെ ഇടയിൽ കൂടി വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ പറ്റിയാൽ നൂല് പൊട്ടിപ്പോകും. വളരെ ലൂസും വളരെ ടൈറ്റും അല്ലാത്ത ഒരു പൊസിഷനിൽ വെച്ച് വേണം നിങ്ങൾ തയ്ക്കേണ്ടത്. നമ്മൾ നൂലിട്ടതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് മെല്ലെ വലിച്ചു നോക്കുക. അപ്പോൾ നൂല് ഒത്തിരി കട്ടിയല്ലാതെ സ്മൂത്ത് ആയിട്ട് തന്നെ വരുന്ന ഒരു പൊസിഷനിൽ വെച്ച് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാരണം, നൂല് എപ്പോഴും പുതിയതായിരിക്കണം. ഒത്തിരി പഴകിയ നൂലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നൂല് പൊട്ടിപ്പോകും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിനൂല് ഇതുപോലെ വരാറുണ്ടോ? കട്ട കെട്ടിയും പൂ പോലെയും ഒക്കെ ആയിട്ട് ഇതുപോലെ വരാറുണ്ടോ? അതിന്റെ റീസൺ എന്താണെന്നറിയാമോ? ഈ നമ്മുടെ സ്പ്രിങ്, ഈ ടെൻഷൻ സ്പ്രിങ് വളരെ ലൂസായിരിക്കുന്നതാണ് അതിന്റെ ഒരു കാരണം. ഈ സ്പ്രിങ് നമ്മൾ ടൈറ്റ് ചെയ്യുക. കണ്ടോ, ഇതിപ്പോൾ വളരെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ നൂല് വലിച്ചു നോക്കുക. ഇതിൽ കൂടി കറങ്ങിയിരിക്കുന്ന നൂല് ഇങ്ങനെ വലിച്ചു നോക്കുക. അപ്പോൾ ഒരു സാമാന്യം ടൈറ്റിൽ തന്നെ ഈ നൂല് വരണം. ഒത്തിരി ലൂസുമല്ല ഒത്തിരി ടൈറ്റും അല്ലാത്ത രീതിയിൽ വരണം. എന്നാൽ മാത്രമേ സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് വീഴുകയുള്ളൂ. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിന്റെ ബാക്ക് ഭാഗം കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. അടുത്ത തവണ തയ്ക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ നോബിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാമോ? ഇത് നമ്മുടെ സ്റ്റിച്ചിങ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു നോബാണ്. ഇത് കൃത്യം സെന്റർ പോർഷനിലാണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. കണ്ടോ, സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് നീങ്ങത്തില്ല. ഈ നോബ് കൃത്യം സെന്ററിലാണെങ്കിൽ. ഓക്കെ, ഇത് മുകളിലേക്ക് ഉയർത്തും തോറും സ്റ്റിച്ച് നീങ്ങി വരും. ഇത് സ്റ്റിച്ചിങ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റ് കുറച്ച് അങ്ങോട്ടാക്കി ഇട്ടു. ഇതേ കണ്ടോ, അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, ചെറിയ കാണിയാണ് വീഴുന്നത്. ഓക്കെ, ഇനിയും കുറച്ചുകൂടി നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്പേസ് ഉയർത്തണം, കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയിടുക. നോബ് കുറച്ചുകൂടി മുകളിലേക്കാക്കുക. വീണ്ടും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. കുറച്ചുകൂടി വലിയ വലിയ സ്റ്റിച്ചാണ് വീഴുന്നത്. ഓക്കെ, ഇനി ഇത് ഏറ്റവും മുകളിലാക്കിയാൽ ഏറ്റവും വലിയ സ്റ്റിച്ച് വീഴും. കണ്ടോ, സ്റ്റിച്ചിങ്ങിന്റെ സ്പേസ് അഥവാ വലിയ വലിയ തയ്യലുകൾ വീഴുന്നുണ്ട്. ഇതാണ് ഈ നോബിന്റെ ഉപയോഗം. നമ്മുടെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഫ്രിൽസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നറിയാമോ? നമ്മൾ ആദ്യം ക്ലോത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ചിങ് സ്പേസ് ഏറ്റവും കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തു. കുറച്ച് നീളത്തിൽ തന്നെ നൂല് വലിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മുകളിലത്തെ നൂല്, ഈ ഒരു നൂല് മുകളിലത്തെ നൂല് ഇങ്ങനെ പിടിച്ച് വലിക്കുക. മെല്ലെ വലിച്ചാൽ മതി. കണ്ടോ, ചെറിയ ചെറിയ നല്ല ഫ്രില്ലായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും ഈസി ആയിട്ടും നമ്മൾ ഫ്രോക്കിനും മറ്റുമൊക്കെ ഫ്രിൽസ് എടുക്കാൻ സാധിക്കും.